ഇത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. സാധാരണ ഒരു നീറ്റ് ആസ്പിരൻറ്റ് കോച്ചിങ് സെൻറ്റർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ചും ഡയറക്ടേഴ്സിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ അവരെ ചെന്ന് കണ്ട് സംസാരിച്ചിട്ടാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു നീറ്റ് എഡ്യൂക്കേറ്റർ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ള ഒരു കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്തതിന് മുമ്പായിട്ട് അവിടെ പഠിച്ച ഒരു സ്റ്റുഡൻറ്റിനോട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ആ എഡ്യൂക്കേറ്ററിനെ മീറ്റ് ചെയ്യാം. ഞാൻ തന്നെയാണ്. ഹായ്, ഐ എം ഡോക്ടർ സജിൻ സെബാസ്റ്റ്യൻ. ഞാൻ TDMC ആലപ്പുഴയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടറാണ്. ലാസ്റ്റ് 2 years ആയിട്ട് ഈ നീറ്റ് കോച്ചിങ് ഫീൽഡിൽ ചെറിയ രീതിയിലൊക്കെ ഇൻവോൾവ് ആണ്. ബട്ട് ഈ 2 years കൊണ്ട് മനസ്സിലായി, ഒരു കുട്ടിയുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദി എൻഡ് കൺസിസ്റ്റൻറ്റ് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഇതൊരു ഫുൾ ടൈം ജോബാക്കി മാറ്റണം. സോ ഐ സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ എ കോച്ചിങ് സെൻറ്റർ ദാറ്റ് മാച്ച്ഡ് മൈ ഐഡിയൽസ്. അങ്ങനെ ഞാനിപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഡോപ്പയിലാണ്. നിങ്ങളെപ്പോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ വഴി കണ്ട് ഉള്ള പരിചയം മാത്രമേ എനിക്ക് ഡോപ്പയെക്കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇവിടുത്തെ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വിഷൻ എന്താണെന്നൊക്കെ മനസ്സിലായി. അതോടൊപ്പം ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ഓൾ ഓഫ് ദിസ് വെർ പോസിറ്റീവ്. പക്ഷേ നിങ്ങൾക്കും അറിയാം, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ജഡ്ജ് ചെയ്യേണ്ടത് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെല്ലുമ്പം ഒരുപാട് പ്രതീക്ഷകളോടെയും ഒരുപാട് അവരിലും വിശ്വാസം അർപ്പിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവർ പറയുന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവിടെ പോയി ചേരുന്നത്. അതേപോലെ എൻ്റെ പേരൻസ് ആണെങ്കിലും, എസ്പെഷ്യലി അച്ഛനൊക്കെ ഒരുപാട് ഓടി നടന്നിട്ടാണ് ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് തോന്നിയ ഒരു കോച്ചിങ് സെൻറ്റർ തിരഞ്ഞെടുക്കുന്നത്. സോ ഒരു കോച്ചിങ് സെൻറ്ററിലെ ഓരോ അഡ്മിഷൻ്റെ പുറകിലും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ടെൻഷനുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇതിനോടൊക്കെ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും ഇതിന് കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി ഉണ്ട്. ഇതൊക്കെ കൊടുക്കുന്ന ഒരു കുട്ടിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എൻവയൺമെൻറ്റ് കൊടുക്കുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് എൻ്റെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ഇവിടുത്തെ കാര്യങ്ങളെന്ന് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും ഇവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്യണം. ആൻഡ് കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് ഡോപ്പയിൽ പഠിച്ചിറങ്ങി ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഉള്ളൊരു അവസരം കിട്ടി. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നതും അതുപോലുള്ളൊരു ഇൻട്രാക്ഷനാണ്. വളരെ സ്മാർട്ടായിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഈ വർഷത്തെ നീറ്റ് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്തിരിക്കുന്ന ദേവനന്ദനെയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. കേരളത്തിലെ ഏത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും അഡ്മിഷൻ കിട്ടാൻ ആവശ്യമുള്ള മാർക്ക് ഈ വർഷം നേടിയിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് നല്ല അഡ്വൈസുകളും എക്സ്പീരിയൻസുകളും ഒക്കെ ദേവനന്ദ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഡോപ്പയിലെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. So, if you are a NEET aspirant, definitely watch this. എക്സാം കഴിഞ്ഞ് പേപ്പർ കൊടുത്ത സെക്കൻഡ് ഞാൻ കരയാൻ തുടങ്ങി. എനിക്കൊന്ന് കൂടുതൽ പ്രിഫറൻസ് കിട്ടിയത് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക്. അവരെ നമ്മൾ കൂടുതൽ വരണല്ലോ. ഡോപ്പ എഡ്ജ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ മോർണിംഗ് മീറ്റിംഗിൽ തന്നെ ആഷിഖ് സാറ് നമ്മളെ മെന്റൽ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വോയിസ് ഉണ്ട്. സാധാരണ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗേൾസ് ഹോസ്റ്റൽ അല്ല. ഡോപ്പയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയ പോലെ തോന്നുന്നുണ്ടോ? അതിൽ ദേവനന്ദ പഠിക്കുന്ന ഒരു ക്ലിപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കണ്ടുമുട്ടുകയാണെങ്കിൽ ദേവനന്ദ എവിടെയായിരിക്കും? അപ്പം ഡോപ്പയുടെ വിശേഷങ്ങളും ഡോപ്പയിലെ സിസ്റ്റത്തെക്കുറിച്ചും ഡയറക്ടേഴ്സൊക്കെ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണോ എന്ന് എനിക്ക് ചോദിച്ചറിയാൻ വേണ്ടി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ദേവനന്ദയാണ്. ദേവനന്ദ ഒരു റിപ്പീറ്ററാണ്. നമ്മുടെ ഡോപ്പയിൽ തന്നെ 2 വർഷം പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു വന്നപ്പം +2 കഴിഞ്ഞ് നീറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുമ്പം ശരിക്കും MBBS തന്നെ ആണ് പാഷൻ എന്നൊരു ക്ലാരിറ്റി വന്നിട്ടില്ലായിരുന്നു. അപ്പം അതെനിക്ക് കേട്ടപ്പോഴും ഭയങ്കര ഒരു റിലേറ്റബിൾ ആയിട്ട് തോന്നി. കാരണം ഞാനും +2 കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് നീറ്റ് കോച്ചിങ് എന്നുള്ള രീതിയിൽ പോയത്. ആ രീതിയിലാണ് ദേവനന്ദ എടുത്തത്. പിന്നീട് ഡോപ്പയിൽ വന്ന് ഡോപ്പയിലെ ഒരു സിസ്റ്റവും ഡോപ്പയിലെ ഡോക്ടേഴ്സിനെ കണ്ടപ്പോഴാണ് ഇതൊരു പാഷനായി മാറിയത് അല്ലേ? അപ്പം ആ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ? ഞാൻ +2 കഴിഞ്ഞിരിക്കുമ്പം എനിക്കൊരു ഐഡിയ ഇല്ല. +2 ആരും എന്നോട് എന്താവണം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ആൻസർ ഇല്ല. ചെറുപ്പത്തിൽ ഇങ്ങനെ എല്ലാവരും ചോദിക്കുമ്പോൾ ആ ഡോക്ടർ ആവണം എന്ന് പറയുന്നല്ലാതെ ഒരു ഡോക്ടർ ആയേ പറ്റൂ എന്നുള്ള ഒരു സാധനം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എനിക്ക് നീറ്റ് എഴുതണം വേറൊരു ഓപ്ഷൻ എൻ്റെ അടുത്തില്ല. എനിക്ക് എന്തായാലും ഡിഗ്രി പഠിക്കണ്ട. എനിക്ക് ചെറുപ്പത്തിൽ ആകെ ഉണ്ടായിരുന്നൊരു ഡ്രീം എന്ന് പറഞ്ഞാൽ കുറേ ട്രാവൽ ചെയ്യണം, കുറേ അങ്ങനത്തെ ഒരു ഡ്രീം. അല്ലാതെ ഒരു ജോലീൻ്റെ ഒരു ഡ്രീം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ അച്ഛൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അച്ഛനാണ് എനിക്ക് ഇങ്ങനെ ഒരു MBBS എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ ഉള്ളിൽ ആദ്യം ഇട്ടുന്നത് അച്ഛനാണ്. അച്ഛൻ കാരണമാണ് ഞാൻ നീറ്റ് കോച്ചിങ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. പിന്നെ ഡോപ്പ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സീനിയർ ഉണ്ട് എൻ്റെ സ്കൂളിൽ പഠിച്ച്.
അവൾ ഇവിടെയായിരുന്നു പഠിച്ചത്. അപ്പം ഞാനിങ്ങനെ അവളുടെ അടുത്ത് തന്നെ നമുക്ക് എന്തായാലും എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, അപ്പം പോകുന്നത് ഒരു ബെസ്റ്റ് സ്ഥലത്തായിരിക്കണം എന്നുള്ള ഒരു ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ അവളുടെ അടുത്തൊക്കെ അന്വേഷിച്ച സമയത്ത് അവള് ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആഷിഖ് സാറിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു എൻ്റെ ദൈവമാണ് ഈ സാറ് എന്നൊക്കെ പറഞ്ഞ് ആഷിഖ് സാറിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഡോക്ടേഴ്സ് നടത്തുന്നതാണെന്ന് പറയുമ്പോൾ അതിനൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഡോക്ടേഴ്സ് നടത്തുന്നത് അച്ഛനും അന്വേഷിച്ചപ്പോൾ നല്ല സെൻറ്ററാണെന്നുള്ള ഒരു ഇത് വന്നു. അതെങ്ങനെ മനസ്സിലായി? മറ്റ് കുട്ടികളോടും പേരൻസിനോടൊക്കെ അന്വേഷിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഡോപ്പേൻ്റെ യൂണിക്നെസ് പറയുമ്പോൾ ഒരു ഷെഡ്യൂള്, ആ ഒരു പ്ലാന് അതുണ്ട്. ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റ് ഉണ്ട് എന്ന് എനിക്ക് അവള് പറഞ്ഞു നടന്നു. വേറെ ആരും പറയുന്നത് നമ്മൾ സീനിയർ, എനിക്ക് ആ പരിചയമുള്ള ആളല്ലേ പറയുന്നത്, അപ്പോൾ നമുക്ക് വിശ്വസിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി അതൊരു MBBS എന്നുള്ളത് തന്നെ ഒരു ഒരു ഡൗട്ടിൽ നിന്ന് ഒരു പാഷനായി മാറിയത് എന്ത് കണ്ടിട്ടാണ്? അത് ഇവിടുത്തെ സാറുമാരൊക്കെ തന്നെയാണ്. എനിക്കിങ്ങനെ നീറ്റ് വേണ്ടാന്നൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ നീറ്റിന് അച്ഛൻ പറഞ്ഞു അച്ഛൻ നീറ്റിന് പൊയ്ക്കോന്ന് പറയുമ്പോൾ എനിക്ക് ഓക്കെ, എനിക്കതിന് കുഴപ്പമില്ല, നീറ്റിനൊന്ന് പോവോ, ഒന്ന് ട്രൈ ചെയ്യാൻ. ഞാൻ +2 കഴിഞ്ഞ് നീറ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് 213 എന്ന് പറഞ്ഞ മാർക്കാണ് വന്നത്. 213 ആയിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ. എനിക്ക് തോന്നി ഇത് കുഴപ്പമില്ലല്ലോ, ഇത് എനിക്ക് ഒരു വർഷമെല്ലാം പണിയെടുത്താൽ കിട്ടും, എൻ്റെ ചേരന്ന് പോന്ന് പഠിക്കുന്നു മേടിച്ചിട്ട് വരുന്നു, അങ്ങനെയാണ് ചെയ്യും. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാവുമല്ലോ. അതൊരു പിന്നെ ഇവിടെ എത്തി നമുക്കിങ്ങനെ ആഷിഖ് സാറിനൊക്കെ എപ്പോഴും മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. ഇങ്ങനെ സാറുമാരൊക്കെ ക്ലാസ്സിൽ വന്ന് അവർ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ അവർ പഠിക്കുന്ന കാലത്തും കോളേജിലെ കഥകളും അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞുതരും. നമുക്ക് പിന്നെ മെൻറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർ ഓരോ വീക്കിലി നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്തെല്ലാം ആ ഒരു വീക്കിലെല്ലാം അവർക്ക് അവരുടെ കോളേജിലുണ്ടായിരുന്ന എക്സ്പീരിയൻസും അതെല്ലാം ഇങ്ങനെ പറയും. അതെല്ലാം കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നും ഇതെനിക്ക് പറ്റിയ പണിയാണ്, എനിക്കിതാവും, എനിക്കിത് ഇഷ്ടമാണെന്നുള്ള ഒരു സാധനം എനിക്ക് വന്നു. അങ്ങനെയാണത് ഇത് മതി, എനിക്ക് ഇതേനി വേണ്ടു എന്നുള്ള ഒരു സാധനം അങ്ങനെയാണ് വന്നത്. അപ്പം ദേവനന്ദ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ക്രാക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഡോപ്പയെ തന്നെ ഒന്നും കൂടെ ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം എന്താ? വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, അത് കൺസിഡർ ചെയ്തായിരുന്നു? ഇല്ല, അതിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല. കാരണം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ 606 ആയിരുന്നു എൻ്റെ സ്കോർ വന്നിട്ടുണ്ടായത്. പക്ഷേ അപ്പം എനിക്ക് ആ ഒരു മാർക്ക് കിട്ടിയത് എന്തായാലും ഡോപ്പേൻ്റെ ഇതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അങ്ങനെ ഫസ്റ്റ് റിപ്പീറ്റിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ഫുൾ എഫേർട്ട് എടുത്തിട്ട് അതെല്ലാം നല്ല ബോധം എനിക്ക് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറേ കളിച്ച് നടന്ന് കുറേയൊക്കെ പഠിച്ചു. പിന്നെ അവസാനത്തെ ആ റിവിഷൻ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ നല്ലോണം പഠിച്ചിനി. അതിന്റെ മാർക്കാണ് എനിക്ക് ആ 606 കിട്ടിയത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ടിട്ടില്ല, അപ്പൊ എന്തായാലും എനിക്ക് ഒരിക്കലും കൂടി ട്രൈ ചെയ്താൽ എനിക്ക് എന്തായാലും പറ്റും. അറിയായിരുന്നു. അടുത്ത എനിക്ക് അറിയേണ്ടത്, ഈ വർഷത്തെ എക്സാം ഒരു സ്ഥിരം പാറ്റേണിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയി. ഡിഫിക്കൽറ്റി ലെവൽ കൂടിയതുകൊണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയായിരുന്നു. ആ ഒരു സെയിം പ്രോബ്ലംസ് ദേവനന്ദയ്ക്ക് ഉണ്ടായിരുന്നോ, അതോ കുറച്ചൊക്കെ അതിന് പ്രിപ്പയർഡ് ആയിട്ടാണോ പോയത്? നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിവിഷൻ ടെസ്റ്റിനൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ നല്ല ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസാണ് വന്നത്. എന്നിട്ടിങ്ങനെ നമ്മളെ ബാച്ചിൽ തന്നെ കൂടുതൽ റിപ്പീറ്റേഴ്സ് ഒക്കെ ആയതുകൊണ്ട് അവർക്ക് കഴിഞ്ഞ വർഷം അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ്. അപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു ബഞ്ച് ഓഫ് പേപ്പർ ഉണ്ടാവും. അപ്പോൾ ഒരാൾ ഒരു ദിവസം ഒരു പേപ്പർ ചെയ്യും, മറ്റവർക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എന്നിട്ട് അടുത്ത ആൾ ചെയ്തതിൻ്റെ അടുത്ത ആൾക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാ പേപ്പറും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇവിടുത്തെ പേപ്പർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല ടഫ് എക്സാമാണ്, ബാക്കിയുള്ളടത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ടഫ് എക്സാമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു നമുക്ക് പറ്റിയത്, അങ്ങനെ ഒരു തോട്ട് വന്നിനി. അത്രയും എക്സാംസ് എഴുതിയിട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തോന്നി. പല ക്വസ്റ്റ്യൻ പേപ്പറും കാണുമ്പോൾ ജസ്റ്റ് റാൻഡം ആയിട്ട് കുറച്ച് ഗൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത പോലെ. മാർക്ക് ഇട്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മളിപ്പം മാർക്ക് ഇട്ടിട്ട് നമ്മളൊരു സ്യൂഡോ കോൺഫിഡൻസ് ഉണ്ടാക്കിയതിനെ കൊണ്ട് കാര്യമില്ല. നമുക്ക് എക്സ്പീരിയൻസ് അല്ലേ വേണ്ടി. ഇപ്പൊ ടഫ് ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ആ പ്രാക്ടീസാണ് നമുക്ക് എക്സാമിന് വേണ്ടി, മാർക്കല്ലല്ലോ. അത് നല്ല ഹെൽപ്പ് ചെയ്തിന്. കാരണം അൾട്ടിമേറ്റ്ലി ഒരു എക്സാമിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിന് മുമ്പ് കിട്ടുന്ന മാർക്കിനൊന്നും ഒരുപാട് റെലവൻസ് ഇല്ല എന്നുള്ള റിയലൈസേഷൻ. അതെ.
പലപ്പോഴും ഈ മോഡൽ എക്സാമിന്റെ മാർക്കൊക്കെ കണ്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ കമന്റ് ഒക്കെ കാണാം. അതെനിക്ക് ആദ്യം ഉണ്ട്. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് എല്ലാ മാസവും ഗ്രാൻഡ് എക്സാം ഉണ്ടാവില്ല. ആ എല്ലാ മാസവും എന്ന് പറയുമ്പോൾ എല്ലാ മാസവും, അതായത് സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പൊ ഒരു മാസം എടുത്ത ചാപ്റ്റേഴ്സിന്റെ മൊത്തം ഒരു ഗ്രാൻഡ് എക്സാം ആ മാസത്തിന്റെ അവസാനം ഉണ്ടാവും. എല്ലാ മാസവും അങ്ങനെ നടത്തുന്നത്? എല്ലാ മാസവും അങ്ങനെ ഒരു ഗ്രാൻഡ് എക്സാം ഉണ്ടാവും. പിന്നെ ഓരോ മാസവും പിന്നെ ഇതുവരെ എടുത്ത ചാപ്റ്റേഴ്സിന്റെ ഒരു റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അങ്ങനെ അതായത് ഒരു മാസം 2 720 എക്സാം നമുക്ക് ആദ്യം തൊട്ടേ കിട്ടി. ഫസ്റ്റ് മന്ത് തൊട്ടുണ്ട്. അത്ര വരെ ഈ ഒരു അപ്പൊ നമുക്ക് ആ ഒരു ഒന്നിന്റെ ടച്ച് വിട്ടുപോയിട്ടില്ല. ശരി ശരി. അപ്പൊ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെഗുലർ ആയിട്ട് വീണ്ടും കണ്ടോണ്ടിണ്ടായിരുന്നു. ഭയങ്കര ഇമ്പോർട്ടന്റ് ആ സമയത്തെല്ലാം ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എനിക്ക് തെറ്റിയത്, എനിക്ക് മാർക്ക് കുറവെല്ലാം ഞാൻ ഭയങ്കര കരച്ചില്ല, എനിക്ക് ഡിപ്രഷനും അങ്ങനത്തെ ഒരു സമയം. പിന്നെ അത് പിന്നെ റിവിഷൻ ആവുന്ന സമയത്ത് ശീലായി. പിന്നെ എന്താ ഇതിങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി മാർക്ക് നോക്കി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ആ സമയം അത് ആലോചിച്ച് നമ്മൾ വിഷമിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പഠിക്കാം. ആ സമയം കളയുന്നത്. ബാക്കിയുള്ളവർ പഠിക്കുന്ന സമയത്ത് നമ്മളിരുന്ന് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. മാർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ശീലുണ്ടായി ആ റിവിഷന്റെ സമയത്ത്. അങ്ങനെ ഒരു ഗൈഡൻസും ആ ഒരു റിയലൈസേഷൻ കിട്ടാൻ ഈ മെഡിക്കോ മെന്റേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? നമുക്കിങ്ങനെ ടാബില് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും. എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഇമോഷണൽ സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും കിട്ടും നമുക്ക്. പിന്നെ വീക്ക്ലി വിസിറ്റ് ഉണ്ടാവും. നമ്മൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് അഡ്രസ് ചെയ്യാൻ പറ്റും. കാരണം അവര് ഓൾറെഡി ഇത് കടന്നു വന്ന ആൾക്കാർ. എല്ലാവരും പറയുന്നത് അവരിത് കടന്നു വന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അറിയാം നമ്മളെന്നാ നമ്മളെ ഫീലിംഗ് അവർക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ പറയുമ്പോൾ അവർക്ക് അതിന് കണക്കായിട്ടുള്ള സാധനം പറഞ്ഞു തരാൻ പറ്റും. അപ്പം നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കോച്ച് ഡോക്ടറാണെന്ന് പറയുന്നതിന് ഒരു റെലവൻസ് ഉണ്ട്, ശരിക്കും ഗുണമുണ്ട് അതിന്. ആഷിഖ് സാറായാലും മോർണിംഗ് മീറ്റിംഗ് ഭയങ്കര നല്ലതാണ്. ഓക്കെ, ഞാൻ വേറൊരു ഇന്റർവ്യൂ ചെയ്തപ്പം ആ കുട്ടിയും പറഞ്ഞു ആ മോർണിംഗ് മീറ്റിംഗ് ഒരു അഡിക്ഷൻ പോലെ, അത് കിട്ടിയില്ലെങ്കിൽ ആ ദിവസത്തിൽ എന്തോ ഒരു കുറവ് പോലെ. ആഷിഖ് സാർ ഇല്ലാത്ത ദിവസം ആരെങ്കിലും അഷ്റഫ് സാറായാലും നിയാസ് സാറായാലും നിഹാദ് സാറോ ആരെങ്കിലും ഒരാൾ മോർണിംഗ് മീറ്റിംഗ് കൃത്യമായിട്ട് നടത്തും. ശരി ശരി ശരി. നമ്മൾ എക്സാമിന്റെ കാര്യം ജസ്റ്റ് പറഞ്ഞു, ഇപ്പൊ കഴിഞ്ഞു പോയ എക്സാമിന്റെ. അപ്പം എക്സാം ടഫായിരുന്നു. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമ്പം കോൺഫിഡന്റ് ആയിട്ടാണോ ഇറങ്ങിയത്? അല്ല. എന്തായിരുന്നു ആ ഒരു ദിവസത്തെ എക്സ്പീരിയൻസും? പിന്നെ എപ്പോഴാണ് ഓക്കെ ഈ കിട്ടിയ മാർക്ക് വലിയ കുഴപ്പമില്ല എന്നൊരു തോന്നൽ വന്നത്? നമ്മൾ ഇവിടുന്ന് നമുക്ക് നീറ്റിന്റെ 2 ദിവസം മുന്നേ വരെ ഇവിടെ 720 എക്സാം ഉണ്ടായിരുന്നു. ആൾട്ടർനേറ്റ് ഡേയ്സ് 720. പിന്നെ നമ്മളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 720 എക്സാം ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു സമയത്തൊക്കെ ആ ലാസ്റ്റ് വീക്കൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് 690 680 ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. 670 പ്ലസ് എന്തായാലും ഉണ്ടായിരുന്നു. അങ്ങനെ അതായത് ഫുൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എക്സാമിന്. തെറ്റുന്നുണ്ട്, പക്ഷെ അത് അറിയാണ്ട് തെറ്റുന്നതും അല്ല, അറിഞ്ഞിട്ട് ചെറിയ മിസ്റ്റേക്ക്. അതെന്തായാലും നീറ്റിന് വരുത്തൂല എന്നെല്ലാം വെച്ചിട്ട് ഉറപ്പിച്ചിട്ടാ പോയെ. നീറ്റിന് ഞാനെല്ലാം അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്കൊന്നും പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഫിസിക്സിലാണ് തുടങ്ങല്. എൻ്റെ ഒരു നാക്ക് പറഞ്ഞാൽ ഫിസിക്സിലാണ് തുടങ്ങല്. അല്ലെങ്കിൽ ഞാൻ ഫിസിക്സ് ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സാം അവസാന സമയം കിട്ടാത്തതിൻ്റെ ടെൻഷനാണ്. ഞാൻ ഒരു ടൈം ലിമിറ്റ് വെച്ച് ഫിസിക്സ് ചെയ്ത് കെമിസ്ട്രി ചെയ്ത് ബയോളജി ചെയ്യുന്ന ആളാണ്. അപ്പം അതന്നെ ഞാൻ നീറ്റിന് മാറ്റാതെ അതാ ചെയ്തത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഫിസിക്സ് ഫുള്ള് ടഫ്, എല്ലാ ക്വസ്റ്റ്യനും നല്ല ലെങ്തി. അപ്പം തന്നെ ടെൻഷനായി. പക്ഷെ ഞാൻ എന്തായാലും ഫിസിക്സ് ചെയ്യണമല്ലോ വിചാരിച്ച് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലാക്കി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഞാൻ സ്കിപ്പ് അടിച്ചോണ്ടാ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ ഇരുന്നിട്ടില്ല. എനിക്കിത് കിട്ടുന്നില്ല എന്ന് കണ്ട അപ്പം ഞാൻ സ്കിപ്പ് ചെയ്യും. അതൊക്കെ ഞാൻ ആ റിവിഷന്റെ സമയത്ത് ഉണ്ടാക്കിയെടുത്ത സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ അവസാന എക്സാം കഴിഞ്ഞ് പേപ്പർ കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ കുറേ ഒന്നും അറ്റൻഡ് ചെയ്യാണ്ടിട്ടുണ്ട്. ഫിസിക്സ് കെമിസ്ട്രി ഒരെണ്ണം വിട്ടിട്ടുണ്ടായിരുന്നു. ബയോളജി ഫുൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഫുൾ അറ്റൻഡ് ചെയ്തു. അവൻ്റെ ഫിസിക്സ് നോക്കുന്ന സമയത്ത് കുറേ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത്രയും നാൾ ഞാൻ കാണുന്നുണ്ട് എൻ്റെ OMR ഞാൻ ഫുൾ മാർക്ക് ചെയ്ത് സെറ്റായിട്ട് പേപ്പർ കൊടുക്കുന്നത്. നോക്കുമ്പോൾ എനിക്ക് കുറേ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പോയി ഞാൻ 2 കൊല്ലം പോയി നല്ല ആലോചിച്ച്. അത്ര വരെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആ ഒരു അഡ്രിനാലിന് എക്സാം ചെയ്തതാണ്. എക്സാം കഴിഞ്ഞ് പേപ്പർ കൊടുത്ത സെക്കൻഡ് ഞാൻ കരയാൻ തുടങ്ങി. ഇത് തീർന്നു. എൻ്റെ പേരുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് വന്നവരാ. അവര് കുറെ ആൾക്കാർ കടന്നുറങ്ങുന്നുണ്ട്. അവരൊക്കെ ഇറങ്ങുമ്പോൾ എടാ നീ എന്താ ചെയ്താലും ഞാൻ 3 മണിക്കൂർ ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാർ ഇങ്ങനെ പോവാ. ഞാനൊക്കെതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ അച്ഛൻ എന്നോട് എക്സാം ഉണ്ടോന്ന് ചോദിച്ചില്ല. ഞാൻ പോകുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ നോക്കി. ഞാനിങ്ങനെ നോക്കി. എൻ്റെ അച്ഛൻ ഒന്നുമില്ല. അച്ഛൻ ഇങ്ങനെ തോളിലൊക്കെ ഇട്ടിട്ട് പോയി. എൻ്റെ അമ്മയും അനിയത്തി അവിടെ കാത്തിക്കുന്നുണ്ടായിരുന്നു. അവരെങ്ങനെ എക്സാം ചോദിക്കുമ്പോൾ എനിക്ക് പൊട്ടി. ഞാൻ കരഞ്ഞ് സീനാക്കി. വീട്ടിൽ പോകുന്ന വഴി മൊത്തം ഞാൻ കരഞ്ഞ്.
എന്നെ എന്നെ എങ്ങനെ സമാധാനിപ്പിക്കേണ്ടതെന്ന് ആർക്കും അറിയുന്നുണ്ടായിട്ടാ. എല്ലാവരും വീട്ടിൽ എല്ലാവരും ഡെസ്പൈ അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടായി. ഞാൻ വെച്ച് തീർന്നു, എൻ്റെ 2 കൊല്ലം പോയി. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുമ്പം സാറുമാർ പറഞ്ഞിനി, എനിക്ക് നമുക്കൊരാൾക്ക് ടഫാന്നുണ്ടെങ്കിൽ അത് ഈ ഇന്ത്യയിൽ എല്ലാവർക്കും ടഫായിരിക്കും. കാരണം നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വേണമല്ലോ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് അച്ഛനും പറഞ്ഞു, നീ നിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, അപ്പം നിനക്ക് കിട്ടേണ്ടത് അവിടെ ഉണ്ടാവും. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ശരി, ഞാൻ എൻ്റെ മാക്സിമം എടുത്തിനല്ലോ, പിന്നെ എനിക്ക് എന്തായാലും റിഗ്രറ്റ് ഇല്ല. പിന്നെ ഞാൻ കരയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അന്ന് രാത്രത്തോടെ കരച്ചിൽ നിർത്തി സൈഡായി. പിന്നെ ഇങ്ങനെ യൂട്യൂബ് നോക്കുമ്പോഴും ഇങ്ങനെ ഇവിടുന്ന് മിസ്സിനൊക്കെ വിളിക്കുമ്പോഴും എല്ലാവർക്കും ആ ഒരു റേഞ്ച് ആണെന്നുള്ളൊരു ഇത് വന്നു. കട്ട് ഓഫിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ വന്നു. ഇപ്പോൾ ഫാമിലിന്നായാലും ആരെങ്കിലും ഫാമിലിത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ എല്ലാം ഇവിടെ നിന്നും കിട്ടുമ്പോൾ ഇതാ 520 ആണ് കട്ട് ഓഫ്, 500 ആയിരിക്കും കട്ട് ഓഫ് എല്ലാം കാണുമ്പോൾ ഓരൊക്കെ ഇങ്ങനെ അയച്ചു തരും. അപ്പം ഇങ്ങനെ ഓക്കെ ഞാൻ എന്തായാലും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല മാർക്ക് ഉണ്ട്, നല്ലൊരു ഫീല് വന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി. ഈ റിപ്പീറ്റ് ടൈമിലും റിപ്പീറ്റ് ടൈമിലൊക്കെ മിക്ക കുട്ടികൾക്കും ഇടയ്ക്കൊന്ന് ബ്ലോക്കായി പോയി സ്റ്റക്കായി പോകുന്നത് ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ള ഒരു എലമെന്റ് ഉണ്ടല്ലോ. 100% ഗ്യാരണ്ടീഡ് ആയിട്ടല്ല നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പേടി കൂടുമ്പോഴും പഠിത്തത്തിൻ്റെ ട്രാക്കിൽ നിന്ന് വിട്ടു. അങ്ങനെ ഒരു ഡൗട്ടുകൾ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഡൗട്ട് വന്നാൽ തന്നെ അതിൽ നിന്ന് തിരിച്ച് ട്രാക്കിലോട്ട് കയറാൻ എന്താണ് സഹായിച്ചത്? നമ്മളൊരിക്കലും റിസൾട്ടിനെ പറ്റി ചിന്തിച്ചുകൂടാ. നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ലാതെ റിസൾട്ട് ഭാവിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഒന്നും നടക്കില്ലല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഡിപ്പുള്ള സമയം ഉണ്ടായിരുന്നു. ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ ഞാൻ ഫുൾ തകർന്ന് പൊട്ടി നിൽക്കുന്ന സമയം ഉണ്ടായി. സെയിം, എനിക്കും ഒക്ടോബർ നവംബർ ടൈമിൽ ഞാൻ ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. ഭയങ്കര കോമൺ ആയിട്ടുള്ള ട്രെൻഡാണെന്ന് തോന്നുന്നു. എപ്പോഴും നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് ഫസ്റ്റ് മന്ത് തൊട്ട് ഇങ്ങനെ എക്സാം 720 എക്സാം ഒക്കെ വരുന്ന സമയത്തൊക്കെ എനിക്ക് 630+ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ ഒരു ടൈം വരുമ്പോൾ എനിക്ക് ഫുള്ള് 500 റേഞ്ചിൽ മാർക്ക്. അപ്പോഴേക്ക് നമ്മൾ കുറച്ച് എക്സോസ്റ്റഡ് ആവുമല്ലോ, ഈ ഇത്രയും കാലം വർക്ക് ചെയ്ത് ഒരു സാച്ചുറേറ്റഡ് ഫീലിംഗ് വരുന്ന സമയമാണത്. ആ സമയത്ത് ഇങ്ങനെ ഇതായിട്ട് അപ്പം ഞാൻ ഫുൾ ഡൗൺ എന്നെല്ലാം പറഞ്ഞാൽ ഒരു ഉറങ്ങാൻ പറ്റൂല. എക്സാമിന്റെ സമയത്ത് കൈ വറക്കും, ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി വരും. സംഭവം ഒന്നുമില്ല, ടെൻഷൻ അടിച്ചിട്ടാ. എക്സാം ഫുൾ ബ്ലാക്ക് ഔട്ട് ആവും, കൈ വരച്ച് ഒന്നും എഴുതാൻ പറ്റൂല, ഫുൾ വേർക്കും. അങ്ങനെയൊക്കെ ഒരു എന്തോ ഒരു കണ്ടീഷനിലുണ്ടായി. അങ്ങനെ ഒരു കണ്ടീഷനിൽ എനിക്ക് ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയമായിരുന്നു അത്. അപ്പൊ ഇങ്ങനെ കോളിംഗ് ഡേ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ വീട്ടിലുള്ള എന്റെ സൗണ്ട് മാറുമ്പോ മനസ്സിലാവല്ലോ. അപ്പൊ അമ്മേനെ ഇതങ്ങനെ അറിയിക്കലില്ല. അച്ഛൻ ഇങ്ങനെ വരും, അച്ഛൻ എന്നോട് പറയാണ്ട് തന്നെ അവിടെ കാണാൻ വരും. അപ്പൊ എന്റെ ഫുൾ സാധനം അങ്ങ് പോവും. അച്ഛൻ പറയും, ഇതിങ്ങനെയാണെങ്കിൽ പറ്റൂല, നീ ഇങ്ങനെ കരയുന്നതാണെങ്കിൽ പറ്റൂല, നമുക്ക് നിർത്തിയിട്ടോ. ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് എന്തായാലും ഇത് വേണം, എനിക്ക് പറ്റൂല, ഇതില്ലാതെ പറ്റൂല. പിന്നെ അപ്പൊ നമ്മൾ കോർഡിനേറ്റർ ഉണ്ട്, ആതിര മിസ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്കിപ്പോൾ പേരൻസ് നമ്മൾ അടുത്തില്ലെങ്കിൽ അവരാണ് നമ്മളുടെ എല്ലാം. നമ്മൾ പറഞ്ഞാൽ ആ ഒരു സീരിയസ്നെസ്സോടെ ഒരാൾക്ക് ഒരു ഇൻഡിവിജ്വൽ വാല്യൂ തന്നിട്ട് അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു നമ്മളെ ബാച്ചിൽ. ആതിര മിസ് ആയാലും പിന്നെ മെൻറ്റേഴ്സ് ആയാലും നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് അവർ അഡ്രസ്സ് ചെയ്യും, നമ്മൾ പ്രശ്നം അവർ അഡ്രസ്സ് ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാവും. പിന്നെ ആ ഒരു ടൈമിൽ അവരിങ്ങനെ ഗ്രൂപ്പിൽ എന്നിട്ട് കോമൺ ആയിട്ട് ഇടും. അപ്പം നമുക്ക് മനസ്സിലാവുന്നു, ഞാനല്ല ഈ സ്റ്റേജിൽ. അപ്പം നമ്മൾ ഫുൾ ബാച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. പക്ഷെ നമ്മൾ വിചാരം നമ്മൾ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് ആ ഒരു സമയം എല്ലാവരും റിപ്പീറ്റ് ലൈഫിലും ഉണ്ടാവും. പക്ഷെ നമ്മളത് വെച്ചിട്ട് അതിലാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണ്. വേണമെങ്കിൽ നിർത്തിയിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്കത് ഓവർകം ചെയ്യാം. നിർത്തിയിട്ട് പോകാനൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലില്ല. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് എവിടുന്നൊക്കെ സപ്പോർട്ട് ഇടും. നമ്മളെ വെൽവിഷേഴ്സിൻ്റെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം ആ സമയത്ത്. അന്ന് നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ നമ്മൾ മടിക്കാൻ പാടില്ല. അത് ആ ഒരു സാധനം. അപ്പം നിങ്ങളുടെ ആ ഒരു ഡ്രീമിന്റെ വാല്യൂ മനസ്സിലാക്കി അതിന് ആവശ്യമുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഡോപ്പയിൽ നിന്ന് കിട്ടിയോ എല്ലാ സ്റ്റാഫിൽ നിന്നും? നമുക്ക് പിന്നെ കോർഡിനേറ്റേഴ്സും മെന്റേഴ്സും ആണ് നമ്മളെ മെയിനായിട്ട് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളിൽ അങ്ങനത്തെ സംഭവം ഉണ്ടാവുന്നത്. പിന്നെ ഫസ്റ്റ് ഡോപ്പ എഡ്ജ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ മോർണിംഗ് മീറ്റിംഗിൽ തന്നെ ആഷിഖ് സാറ് നമ്മളെ മെന്റൽ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു, ഡോപ്പ എഡ്ജ് എന്ന് പറഞ്ഞിട്ട്. ആ മോർണിംഗ് മീറ്റിന്റെ പേര് തന്നെ അതായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതലും നമ്മളെ മൈൻഡ് കൺട്രോൾ ആക്കണം, മൈൻഡ് നമ്മളെ കൺട്രോൾ ആക്കാണ്ട് നമുക്ക് മൈൻഡിനെ കൺട്രോൾ ആക്കാൻ പറ്റുന്ന കുറേ ടെക്നിക്സ്. അതായത് ഇങ്ങനെ മെഡിറ്റേഷൻ ആയാലും അങ്ങനെ
കോഗ്നിറ്റീവ് റീഫോമിംഗ് എന്നൊക്കെ പറഞ്ഞ ഓരോ ടെക്നിക്ക് ഇങ്ങനെ സാർ പറഞ്ഞുതരും. നമ്മൾ അതൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി. നമുക്ക് പറ്റുന്നുള്ള ആ ഒരു തോട്ട് എപ്പോഴും നമ്മൾ മനസ്സിലാവും. പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഇനി ഇതിന് വരേണ്ട ആവശ്യമില്ലല്ലോ, വേറെ എന്തെങ്കിലും പോയാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ്. ജസ്റ്റ് ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കലല്ല എന്നുള്ള ആ ഒരു സാധനം ആദ്യം മനസ്സിൽ വെച്ചിട്ട് പഠിക്കാൻ വന്നാൽ പറ്റും. നമ്മൾ റിപ്പീറ്റ് ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അത് അവർ തുടക്കത്തിലേ നമുക്ക് ഒരു പ്രോമിസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പം ആ ഒരു സിസ്റ്റം അതുപോലെ എൻഫോഴ്സ് ചെയ്തിട്ടുണ്ടോ ഇവിടെ? ഈ എക്സാംസും ക്ലാസ്സുകളാണെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും ഇതൊക്കെ കറക്റ്റായിട്ട് അവർ പറഞ്ഞ രീതിയിൽ തന്നെ എൻഫോഴ്സ് ചെയ്തു? എന്നെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് തരാൻ പറ്റുന്നത് ഒരു പ്ലാനും പിന്നെ ക്ലാസ്സും പിന്നെ എക്സാംസ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് മൂന്നും ഡോക്ടറെ ഭാഗത്തുനിന്ന് 100% ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് വേണ്ട സമയമാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട് അത് കിട്ടലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് നമുക്ക് വന്നിട്ടുണ്ട്. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കുറേ സമയം എടുക്കുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ഇതുണ്ടായ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ഡൗട്ട് ക്ലിയറൻസ് ഇട്ട് തന്നു. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വോയിസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് കിട്ടുന്നുണ്ട്. ശരി ശരി. ഡോപ്പയിൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റിവിഷൻ സീരീസ് ആണ്. റിവിഷനെ കുറിച്ചാണ് എല്ലാ പിള്ളേരുടെ അടുത്തുനിന്ന് ഞാനും കുറെ കേട്ടിട്ടുള്ളത്. അത് പ്രത്യേകത എന്താണ്? നമുക്ക് ആദ്യം ഒരു ഷെഡ്യൂൾ ഉണ്ടാവും പഠിച്ചു പോകുന്നതിന്റെ. ആ ഷെഡ്യൂളിനനുസരിച്ച് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത്ര കാലം വരെ പോയിട്ടുണ്ട്. പിന്നെ ഫെബ്രുവരി തൊട്ടാണ് ആ ഒരു റിവിഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നത്. റിവിഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ചാണ് എല്ലാ കാര്യത്തിലും. എക്സാംസ് മാക്സിമം എഴുതുക എന്നുള്ള ആ ഒരു പേർപ്പസാണ് അതിനെ കൊണ്ട് മെയിനായിട്ടും. പിന്നെ നമ്മൾ എയിംസ് ബാച്ചാണ് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ലെവൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു ബാക്കിയുള്ള ബാച്ചിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആഷിഖ് സാറൊക്കെ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ ആ റിവിഷൻ സീരീസിൽ മാത്രം 12,000 ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടാണ് നമ്മൾ എക്സാമിന് പോകുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം ആ എക്സാംസിലൂടെ കിട്ടും. കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം എക്സ്പീരിയൻസ് ഉണ്ടാക്കി തരുന്നുണ്ട്. ഇന്നലെ ഞാൻ സലീൽ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻ്റർവ്യൂ എടുത്തായിരുന്നു. അവനോട് ചോദിച്ചപ്പം അവനൊരു ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞ് അവരുടെ ബോയ്സ് ഹോസ്റ്റലിലെ ഒരു എൻവയൺമെൻറ്റും അവർ തമ്മിലുള്ളൊരു സപ്പോർട്ടൊക്കെയാണ്. അപ്പം അത് കേട്ടപ്പം എനിക്ക് ഗേൾസ് ഹോസ്റ്റലിലും ഇതുപോലെയൊക്കെ ഉണ്ടാവുമോ എന്നൊരു സംശയം തോന്നിയായിരുന്നു. അപ്പം നിങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഒരു വൈബ് എങ്ങനെയായിരുന്നു ശരിക്കും? നമ്മളെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗേൾസ് ഹോസ്റ്റൽ അല്ല. സാറുമാരൊക്കെ വന്നിട്ട് നമ്മളോട് ലാസ്റ്റൊക്കെ സാറുമാർ പ്രതീക്ഷിക്കുന്ന എന്താ നമ്മൾ എക്സാമിനെ കുറിച്ച് നിങ്ങൾ എന്താ ഒരു കാഴ്ചപ്പാട്, ഇനിയിപ്പോൾ എക്സാം വരാൻ അടുത്തിരിക്കുക, എല്ലാവരും ഒരു പേടിയല്ലേ ഉണ്ടാവില്ലേ, ആ ഒരു പേടിയാണ് അവർ നമ്മളെടുത്തും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മളെന്താ നമ്മളെ ഉള്ളിലുണ്ടാവും കേട്ടോ ഒരു പേടി. പക്ഷെ എല്ലാവരും ഒരുമിച്ച് ഇല്ല, നമ്മൾ എല്ലാം സെറ്റാണ്, നമ്മളിപ്പോൾ എക്സാം എഴുതാം, നമ്മൾ എഴുതും. അങ്ങനെ ഒരു എൻവയോൺമെന്റ് നമ്മളെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുണ്ടായിരുന്നു. കൂടുതലും നമ്മളെ കൂട്ടത്തിലുള്ളവരൊക്കെ റിപ്പീറ്റ് എല്ലാവരും പഠിക്കണം എന്നുള്ള ഒരു മൈൻഡ് മാത്രം വെച്ചിട്ട് വന്ന ആൾക്കാരാണ്. അപ്പം ഒരാൾ ഡൗൺ ആവാൻ മറ്റൊരാൾ സമ്മതിക്കില്ല. നമ്മൾ ഒരിക്കലും നമ്മൾ മാത്രം കയറണം, നമ്മളെ കൂടെ പഠിക്കുന്നവരെല്ലാവരും നമ്മളെ കൂടെ കയറണം. ആ ഒരു മൈൻഡ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതും ഭയങ്കര റയർ ആയിട്ടുള്ള കാര്യം. അതും ഇപ്പം ഞാൻ പഠിച്ച ഹോസ്റ്റലിലാണെങ്കിൽ പോലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഗേൾസ് ഹോസ്റ്റലിൽ അത് തീരെ ഇല്ല എന്നാണ് കേൾക്കാറ്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ എക്സ്ട്രാ ചോദിച്ചത്. നമുക്ക് ആ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ഒരാൾ ഡൗൺ ആയാലും മറ്റാൾ എണീപ്പിക്കുന്നുള്ള ആ ഒരു സർക്കിൾ അവിടെ ഉണ്ട്. അവിടെയും ഫ്രണ്ട്സിന്റെ ഒരു സപ്പോർട്ട് എന്നുള്ളൊരു കാര്യം എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ആദ്യം സംസാരിച്ചപ്പം ദേവനന്ദ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഇത്രയും നല്ല മാർക്കുണ്ടെങ്കിലും കേരളത്തിലെ ഒരു കോളേജിനെക്കാട്ടും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് AFMC ആണെന്നാണ് പറഞ്ഞത്. അത് എല്ലാവരും കോമൺ ആയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കോളേജ് അല്ല. അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. സോ എന്തുകൊണ്ടാണ് ദേവനന്ദ AFMCയിലോട്ട് ഇനി പോകാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നത്? AFMC എനിക്കൊരു ആ ഒരു മിലിറ്ററി എന്നുള്ള സാധനം പണ്ട് ഒരുപാട് സിനിമ കണ്ടിട്ടും എനിക്കെന്തോ ഒരു ഇന്ത്യൻ ആർമിയിൽ കയറണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. അപ്പോൾ AFMC എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്തുള്ളതല്ലേ, എൻ്റെ ആ ഒരു ക്യാരക്ടറിനും പറ്റും. എനിക്ക് ആ ഒരു എൻവയോൺമെന്റ് എനിക്ക് വയബിൾ ആയിരിക്കും എന്നുള്ള ഒരു തോന്നലുണ്ട്. എനിക്ക് ആ യൂണിഫോമിനോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കണ്ടുമുട്ടുകയാണെങ്കിൽ ദേവനന്ദ എവിടെയായിരിക്കും? അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഇൻ 10 years ഐ വിൽ ബി ദിസ്. In 10 years ഐ വിൽ ബി എ ഡോക്ടർ who will bring smile to the patient's faces. എന്നെ കാണുമ്പം പിന്നെ
പകുതി അസുഖം മാറണം. അങ്ങനെ ഒരു നല്ലൊരു ഡോക്ടർ ആവണം എനിക്ക്. ഓക്കെ, അങ്ങനെ ഒരു ആൻസർ പറയുന്ന ആൾക്ക്, അതിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു ഡോക്ടർ ആകാൻ പറ്റും. ഓക്കെ, എനിക്ക് ദേവനന്ദ ഇവിടെ എക്സാമിന് 1 മാസം മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്ത് വെച്ചായിരുന്നു പറഞ്ഞത്. നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന ഒരു എൻവയൺമെൻറ്റ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ദേവനന്ദ പഠിക്കുന്ന ഒരു ക്ലിപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് ഇപ്പം ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് പറയാം. ഇയാളെയാന്ന് തോന്നില്ലല്ലോ. ഇപ്പോൾ ഒന്ന് ടൈം ട്രാവൽ ചെയ്ത് 1 month ബാക്ക് പോയി ആ ദേവനന്ദനെ കാണുകയായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? നീ ഇപ്പൊ കഷ്ടപ്പെടുന്നതിന്റെ റിസൾട്ട് നിനക്ക് കിട്ടും. പേടിക്കണ്ട, പേടിക്കാതിരുന്ന് മാക്സിമം വർക്ക് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡോപ്പയിലാണെങ്കിലും അല്ലാതെയും വീണ്ടും ഈ നീറ്റ് 2026 ലക്ഷ്യം വെച്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? സ്റ്റാർട്ടിങ് തൊട്ട് ഒറ്റ സെക്കൻഡ് വേസ്റ്റ് ചെയ്യാതെ പഠിക്കണം. നമ്മളുടെ ഹോസ്റ്റലിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന ഒരു സമയം, അന്നേരം എല്ലാവരും നല്ല റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷെ ആ റിവിഷൻ്റെ സമയത്തൊക്കെ സംസാരിക്കുന്നത് തന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരാൾ മറ്റാളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നിനക്ക് എന്തായാലും നീറ്റ് കിട്ടും കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരിൽ നമ്മൾ കാരണം ഒരു നെഗറ്റീവ് വരരുത്. നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ്, ആ ഒരു പോസിറ്റിവിറ്റി എല്ലാവരുടെ അടുത്തും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എന്ത് പറയുന്നോ അതാണ് നമ്മളാവുക. അത് ആഷിഖ് സാറൊക്കെ എപ്പോഴും പറയുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എന്താണോ പറയുന്നത്, അതാണ് നമ്മളുടെ റിയാലിറ്റി ആയിട്ട് കൺവേർട്ട് ആവുക. അപ്പം ഞാൻ ഈ വർഷമൊക്കെ ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ഒരാൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അയാളെ പൊക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവരെക്കാളും നമ്മൾ പോസിറ്റീവ് ആവും. ഒരു പോസിറ്റിവിറ്റി നമ്മളുടെ ചുറ്റും ക്രിയേറ്റ് ചെയ്താൽ തന്നെ പകുതി മുക്കാൽ ടെൻഷൻ അവിടെ സോൾവ് ആയി. നമ്മൾക്കൊരു പ്രശ്നം വന്നാൽ സോൾവ് ആക്കാൻ നമ്മൾ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്, പേരൻസ് ഉണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. ആര് വേണമെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്, ഒറ്റക്കല്ല. അപ്പോൾ അതെന്തായാലും ഉണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും നമുക്കൊരു നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒരാൾക്കൊരു വിഷമം വരരുത്, ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ആ ഒരു പോസിറ്റീവ് സർക്കിൾ നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണോ ഇരുന്ന് പഠിക്കുന്നത് അവിടെ ക്രിയേറ്റ് ചെയ്യുക. നമ്മളുടെ സർക്കിൾ പോസിറ്റീവ് ആയാൽ തന്നെ നമ്മൾ പഠിക്കുന്നത് മൊത്തം എഫക്റ്റീവ് ആവും. നമ്മൾ ആ പഠിച്ചത് അവിടെ നിൽക്കും. ഇവിടുത്തെ ഡയറക്ടേഴ്സ് എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡോപ്പയിലെ കഴിഞ്ഞ 1 വർഷത്തെ പ്രിപ്പറേഷനിൽ ഡോപ്പയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയ പോലെ തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം ആയിട്ട് ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ഡോപ്പേനോട് പറയാൻ തോന്നുന്നുണ്ടോ? അങ്ങനെ കാര്യം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടൊരു പ്രശ്നം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഫ്ലോയും തോന്നുന്നില്ല. ഇല്ല. ഓക്കെ, നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പഠിക്കുന്നവരെവിടെ പോയാലും പഠിക്കും. അതൊരു സംഭവമുണ്ട്. നമ്മളുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ് അതിലൊരു ഫാക്ടറാണ്. ആ ഒരു എൻവയോൺമെന്റ് എനിക്ക് ഡോപ്പയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് സൈലന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ടല്ലോ, അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൺസേണും അവിടെ വാലിഡേറ്റ് ചെയ്യാതിരിക്കുന്നില്ല. എല്ലാവർക്കും ഒരു വോയിസ് ഉണ്ട്. ആർക്ക് എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിലും അതൊരു ഇതാക്കി നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടുന്നുണ്ട്. നമ്മൾ അതിന് കണക്കായിട്ട് പഠിച്ചാൽ മതി. നമുക്ക് മാർക്ക് അപ്പും ഡൗൺ ഒക്കെ ആകുന്നുണ്ടല്ലോ. അതിൽ മാർക്ക് കൂടുതലുള്ളവർക്ക് കൂടുതൽ പ്രിഫറൻസ് എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും തീരെ ഫീൽ ചെയ്തിട്ട് എല്ലാവരോടും ഒരുപോലെ ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രിഫറൻസ് കിട്ടിയത് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക്. അവരെ നമ്മൾ കൂടുതൽ വരണല്ലോ. ആ ഒരു എൻവയോൺമെന്റ് ഡോപ്പയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആഷിഖ് സാറൊക്കെ പ്രത്യേകിച്ചും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള. ആഷിഖ് സാറൊക്കെ എപ്പോഴും പറയും ഈ ഒരു സമയം ഈ റേഞ്ചിലുള്ള ആൾക്കാർ ഇന്നത് ചെയ്യണം. ആഷിഖ് സാറിനൊക്കെ മീറ്റിംഗ് ഉണ്ടാവും. ഇത്ര മാർക്ക് റേഞ്ചിലുള്ളവർക്ക് വേണ്ടി ഒരു മീറ്റിംഗ്, ഫീനിക്സ് ബാച്ച് എന്നൊക്കെ പറഞ്ഞ മീറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഏത് ലെവലിലുള്ള ആർക്കും മേലെ കയറാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നാൽ ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ കിട്ടും. അപ്പം ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ഒരു കോച്ചിങ് സെന്റർ തപ്പി നടക്കുന്ന ഒരാളോട് കോൺഫിഡൻ്റ് ആയിട്ട് ഡോപ്പ സജസ്റ്റ് ചെയ്യും. ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു പ്രൊമോഷനായിട്ടൊക്കെ തോന്നുമെന്ന് അറിയത്തില്ല. ബട്ട് ഈ ഒരു ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ദേവനന്ദനോട് പറഞ്ഞത് ഉള്ള കാര്യം ഉള്ള പോലെ ആ ക്വസ്റ്റ്യൻസിന് പറഞ്ഞാൽ മതി. കാരണം എനിക്കും നിയാസ് ഡോക്ടർ എന്നോട് പറഞ്ഞതും ജെനുവിനായിട്ട് എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നാണ്. അപ്പം ആ ഒരു ഇൻട്രാക്ഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇതുവരെ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം
ദേവനന്ദ വളരെ സ്മാർട്ടാണ്, കാര്യങ്ങൾക്കൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം ഡോക്ടറാകാൻ ഉള്ള ഒരു റീസൺ എന്ന് പറയുന്നതും വളരെ ജെനുവിനാണ്. ഒരു ഡോക്ടറിന് വേണ്ട ലക്ഷ്യം തന്നെയാണ് ദേവനന്ദയ്ക്ക് ഉള്ളത്. അപ്പം AFMCയിലൊക്കെ ചെന്ന് അടിച്ചു പൊളിച്ച് പഠിച്ച് ഒരു വലിയ ഹൈ റാങ്കിങ് ഓഫീസറായിട്ട് തന്നെ പഠിച്ചിറങ്ങി ആഗ്രഹിക്കുന്ന പോലെ അത്യാവശ്യം ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുന്ന ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് തന്നെ ലീഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.